ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും നമ്മൾ കണ്ണൂരേക്കൊന്ന് ഇറങ്ങിയായിരുന്നേ. നമ്മുടെ കണ്ണൂർ പാറക്കണ്ടി വെച്ചിട്ട് ഒരു കാഴ്ച കണ്ടു. നമ്മളെ ബാംഗ്ലൂരും ബോംബെയിലൊക്കെ സ്ട്രീറ്റിൽ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. അത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സംഭവം നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങിയോ. ടാറ്റു നമ്മൾ അടിച്ചിട്ടില്ലെങ്കിലും ഒരു ടാറ്റു അടിച്ചിട്ടുള്ള ഒരു സുഹൃത്തെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഇങ്ങനെ ടാറ്റു അടിക്കുന്ന ഒരു സുഹൃത്ത് എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇത് തീർത്തും തീരെ ഹൈജീനിക് അല്ലാത്തതും തീർത്തും അൺഹെൽത്തി ആയിട്ടുള്ള സാഹചര്യത്തിൽ ഇരുന്നിട്ട് ടാറ്റു അടിക്കുന്ന ഒരു സാഹചര്യമാണ്, പച്ച കുത്തുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുറം സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ടാറ്റു കുത്തുന്ന അല്ലെങ്കിൽ പച്ച കുത്തുന്ന രീതികളൊക്കെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും യാത്ര ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കണ്ണൂരിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പച്ച കുത്തുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ ടാറ്റു അടിക്കുന്ന അല്ലെങ്കിൽ പച്ച കുത്തുന്ന പുള്ളിക്കാരന് ഞാൻ ക്യാമറ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന അത്ര തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഹെൽത്തിൻ്റെ ആൾക്കാർ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ കണ്ണൂരിലെ ഹെൽത്തിൻ്റെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരൻ അത് ഇഷ്ടപ്പെടാത്തത്. ഞാൻ വെറുതെ ഒന്ന് കൗതുകത്തിന് നോക്കി നിന്നപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ആൾ എനിക്ക് കുറേ ഡിസൈൻസൊക്കെ കാണിച്ചു തന്നു. ആ ഡിസൈൻസൊക്കെ നോക്കി നല്ല അടിപൊളി ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ്റെ കൈമിലുള്ളത്. റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഒരു ഇഞ്ചിന് 100 രൂപയാണ് അവർ ഈടാക്കുന്നത് ഈ തരത്തിൽ പച്ച കുത്തുന്നതിന്. അത് പലതരം ഡിസൈനുകളുണ്ട്. ആ ഡിസൈനുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾ ചെയ്യുന്നതിന് കുറച്ച് റേറ്റ് കൂടുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ പോയപ്പോൾ തന്നെ അവിടെ ഒരു പുള്ളിക്കാരൻ, ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, ഇരുന്നിട്ട് പച്ച കുത്തുന്നുണ്ട്. ഏതോ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ പച്ച കുത്തിയ ശേഷം ഫിനിഷിങ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യമൊന്നുമില്ല. നമ്മളെ കേരളത്തിൽ ഇത് പലയിടങ്ങളിലും ചിലപ്പോൾ കണ്ടേക്കാം. കൊച്ചുകുട്ടികളോ അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ഈ കാര്യങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അല്ലാത്ത ആൾക്കാർ ചിലപ്പം പോയിട്ട് പച്ച കുത്താനുള്ള സാഹചര്യമുണ്ട്. ഇത് തീർത്തും അൺഹെൽത്തിയാണ്. മറ്റൊരാൾക്ക് കുത്തിയ അതേ സൂചി കൊണ്ട് തന്നെ ആയിരിക്കും വേറൊരാൾക്കും കുത്തുക. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളുണ്ടെങ്കിൽ പകരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പച്ച കുത്തുന്നത് തീർത്തും ഒഴിവാക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പച്ച കുത്തുന്ന സുഹൃത്തുക്കൾക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്തെടുക്കും കേട്ടോ. कौन सा चाहिए? वो कितना आएगा? 2 रुपया तो मेरा एक्सचेंज करके देना। ये बोलोगे फिर तो यार 1 इंच पे 100 रुपये. എന്താലേ അവസ്ഥ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ കിടന്നിട്ട് പച്ച കുത്തുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടാ. പണി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ ഏതായാലും.